ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാനാണ്. കുറേയെല്ലാം കാര്യങ്ങൾ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. എല്ലാ ഡേയ്സും ഡിഫറെൻ്റ് ആയിരിക്കും, എന്നാലും ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നോക്കാം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ കാണുന്നതോടൊപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. ആസ് യൂഷ്വൽ ഇന്നത്തെ ദിവസവും സ്ട്രോങ് ചായയിൽ തന്നെയാണ് തുടങ്ങുന്നത്. ഇന്ന് പൂരി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഗ്രില്ല് തുറക്കുന്നതും ന്യൂസ് പേപ്പർ എടുക്കുന്നതും എന്നും ഞാനല്ല, പക്ഷെ ഇന്ന് ഞാനാണ് എടുക്കുന്നത്. ഇതിന് പേര് ബാദാം പിസിൻ എന്നാണ്. ഇത് ജ്യൂസിലെല്ലാം ഇടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സാധനമാണിത്. ഇത് ആദ്യം ഒന്ന് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. ഇതിപ്പോഴേ വെള്ളത്തിലിട്ടാലേ ഉച്ചയാകുമ്പോഴേക്കും പുതർന്ന് വരുള്ളൂ. ഇനി പൂരിക്കുള്ളത് റെഡിയാക്കാം. പൂരി ഞാൻ എങ്ങനെ ഉണ്ടാക്കലെന്ന് വെച്ചാൽ ആട്ട, ഉപ്പ്, ഒരു സ്പൂണ് ഷുഗറും ആഡ് ചെയ്യും. ഷുഗർ എന്തിനാന്ന് വെച്ചാൽ പൂരി ചുട്ട് കഴിഞ്ഞ് എത്ര സമയമായാലും വീർത്ത പോലെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഷുഗർ ആഡ് ചെയ്യുന്നത്. ഷുഗർ ആഡ് ചെയ്യുന്നതുകൊണ്ട് മധുരം ഫീൽ ചെയ്യുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പൂരിൻ്റെ ടേസ്റ്റിന് മാറ്റമൊന്നും സംഭവിക്കില്ല ഷുഗർ ആഡ് ചെയ്യുന്നതുകൊണ്ട്. ഉപ്പും ഷുഗറും ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം മിക്സാക്കി വെക്കാം. എന്നിട്ട് നല്ലോണം കുഴച്ചെടുക്കണം. ചൂടുവെള്ളത്തിലല്ല ഞാൻ കുഴച്ചത്, ഞാൻ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുത്തത്. ജസ്റ്റ് ഒന്ന് എണ്ണ ആക്കിയിട്ട് നമ്മൾ പ്രസ്സിലൊന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് വെക്കരുത്. ഉടനെ എണ്ണയിലിട്ടിട്ട് പൂരി പൊരിച്ചെടുക്കണം. സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടോ നന്നാവാൻ വേണ്ടിയിട്ടോ ഒന്നും ആഡ് ചെയ്യുന്ന ആവശ്യമില്ല. ഇങ്ങനെ ചെയ്താൽ പ്രസ് ചെയ്ത ഉടനെ ഡയറക്റ്റ് ഓയിലിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുത്താൽ പൂരി നല്ലോണം നന്നായിട്ട് കിട്ടും. പൂരി റെഡിയായി. പൂരിക്ക് ഇനി പൊട്ടാറ്റോ ഗ്രേവി ഉണ്ടാക്കാം. പൊട്ടാറ്റോ ബോയിലാവാൻ വേണ്ടി ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ബോയിലായിട്ടുണ്ട്. ഈ പൂരിക്കുള്ള പൊട്ടാറ്റോ മസാല നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ജസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്, പക്ഷെ പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഐറ്റമാണത്. ആക്ച്വലി എൻ്റെ മദർ ടങ് മലയാളം അല്ല, അതുകൊണ്ട് എൻ്റെ യൂസേജും പ്രൊനൗൺസിയേഷനും എല്ലാം കുറച്ചൊരു ഡിഫറെൻറ്റ് ഫീൽ ചെയ്യും. ഓക്കെ,
ഈ പൊട്ടാറ്റോ ഗ്രേവിയിൽ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ കടുകും ആഡ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കടുകും ആഡ് ചെയ്യാം. ഞാനിതിൽ വെള്ളം തീരെ ആഡ് ചെയ്യുന്നില്ല, മൂടി വെക്കുന്നതുകൊണ്ട് ആവി ഇറങ്ങിയിട്ടുള്ള വെള്ളം തന്നെ മതിയാവും. മല്ലിയിലയും കരിവേപ്പിലയും കൂടുതൽ ആഡ് ചെയ്താലും അതിൻ്റെ ഫ്ലേവർ കൂടുന്നിടത്തോളം നല്ല ടേസ്റ്റും സ്മെല്ലും കിട്ടും. 9:30 ആകുമ്പോഴേക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിയും. എന്തായാലും എല്ലാ ദിവസവും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ 9:30 ആവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എല്ലാം പാത്രങ്ങൾ ഇതെല്ലാം ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം മൊബൈൽ, മെസ്സേജ്, ഫോൺ കോളിന് ടൈം പോവും. 2-3 മണിക്കൂറായപ്പോഴേക്കും ബാദാം പിസിൻ പൊതിർന്ന് വന്നിട്ടുണ്ട്. ഇത് റോസ് മിൽക്കിലിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെള്ളത്തിലിട്ടത്. ജസ്റ്റ് പാലിൽ റോസ് മിൽക്കിൻ്റെ എസെൻസും ഷുഗറും ഈ ബാദാം പിസിനും കൂടെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഈ ബാദാം പിസിൻ നല്ല തണുപ്പുള്ള സാധനമാണ് തടിക്ക്. സമ്മർ സീസൺക്ക് പറ്റിയ ഒരു ഹെൽത്ത് ഡ്രിങ്കുമാണത്. ഈ പണികളുടെ ഇടയിൽ കൂടെ വാഷിങ്ങും നടക്കുന്നുണ്ട്. ഹസ്ബൻഡ് പോവാൻ റെഡിയായി. ലഞ്ചിന് ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ പൊതുവെ കേരളത്തിൽ ഉണ്ടാക്കുന്ന പോലത്തെ ബിരിയാണിയല്ല ഞാൻ ഉണ്ടാക്കാറ്. ബിരിയാണീൻ്റെ റെസിപ്പി ഇവിടെ ഞാൻ പറയുന്നുണ്ട്. 3 പേർക്കുള്ള ബിരിയാണിയാണ് ഞാൻ വെക്കാൻ പോണത്. അതുകൊണ്ട് ഞാൻ വലിയ പാത്രത്തിലൊന്നും അല്ല വെക്കുന്നത്, കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കാൻ പോണത്. കുക്കർ ചൂടായതിന് ശേഷം അതിലേക്ക് നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു. നെയ്യ് ചൂടായതിന് ശേഷം വലിയ ഉള്ളി കുക്കറിലേക്ക് ആഡ് ചെയ്തു. അതൊരു 50% ഒന്ന് വാടണം. വലിയ ഉള്ളി ഡീപ്പ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ആ വലിയ ഉള്ളിയിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പ് ഇത് 3 ആഡ് ചെയ്തിട്ടുണ്ട്. ഉള്ളി വേഗം വാടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1/2 ലെമണിൻ്റെ സിറപ്പ് എടുക്കണം. ഇത് ലാസ്റ്റായിട്ട് ആവശ്യമുള്ള സാധനമാണ്. ജസ്റ്റ് ഞാൻ ഇപ്പോഴേ അത് എടുത്ത് വെക്കുകയാണ്. വലിയ ഉള്ളി 50% വാടിയതിന് ശേഷം തക്കാളി, പച്ചമുളക് അതിലേക്ക് ആഡ് ചെയ്തു. കരിവേപ്പിലയും വേണം. കരിവേപ്പില സാധാരണ നമ്മളിവിടെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് വെക്കലാണ്, കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ചെടിയിൽ നിന്ന് ഇപ്പോൾ ആവശ്യമുള്ളത് മാത്രം ഒന്ന് എടുത്തു വന്നു. ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്തു. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി, വെളുത്തുള്ളി ചതക്കണ കൂട്ടത്തിൽ പച്ചമുളകും കൂടെ ചതച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാം. ഇപ്പോൾ ഞാനതിലിട്ടത് പുതിനയാണ്. ഇനി ബിരിയാണി അരി കഴുകാം. ഞാൻ ബാസ്മതി റൈസല്ല എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ബിരിയാണിയിലേക്കുള്ള മസാലകൾ ആഡ് ചെയ്യണം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ജീരകപ്പൊടി. ഈ പൊടികളെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ക്ലീനാക്കി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്തു. അതിൻ്റെ കൂടെ തൈരും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നെക്സ്റ്റ് അരിൻ്റെ ഡബിളിൽ നിന്നും കുറച്ചിട്ട് വെള്ളം ഒഴിക്കണം.
അരിൻ്റെ ഡബിൾ ഫുള്ളായിട്ട് വെള്ളം വേണ്ട, കുറച്ചൊന്ന് കുറച്ചിട്ട് ആഡ് ചെയ്താൽ മതി വെള്ളം. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്തു. വെള്ളം തിളക്കേണ്ട ആവശ്യമില്ല കുക്കറിലായതുകൊണ്ട്, അരി ഡയറക്റ്റ് അതിലേക്ക് ചേർത്താൽ മതി. എന്നിട്ട് കുക്കർ ക്ലോസ് ചെയ്യാം. 2 വിസിൽ മതി. 2 വിസിലിൽ ബിരിയാണി റെഡിയാവും. രണ്ട് വിസിൽ വന്നു. ഇനി കുക്കർ ഓഫ് ചെയ്യാം. ഫസ്റ്റ് എടുത്ത് വെച്ച ലെമൺ സിറപ്പിലേക്ക് ഫുഡ് കളർ കുറച്ച് ആഡ് ചെയ്യണം. ഫുഡ് കളർ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ലെമൺ സിറപ്പ് മാത്രം ഒഴിച്ചെടുത്താൽ മതി. റൈസ് കുക്കായിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. കുക്കറിലാവുമ്പോൾ മിക്സാക്കി കൊടുക്കാനെല്ലാം കംഫർട്ടബിൾ അല്ല, അതുകൊണ്ടാണ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോണത്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ഇതിലേക്ക് ആഡ് ചെയ്യാം. പുതിന, മല്ലിയില ഇത് രണ്ടും ഞാൻ നല്ലോണം യൂസ് ചെയ്യാറുണ്ട് ബിരിയാണിക്ക്. കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ബിരിയാണി മാറ്റുകയാണ്. കുറച്ച് റൈസ് ഇട്ടിട്ട് അതിൻ്റെ മേലെ ലെമൺ സിറപ്പിൽ ഫുഡ് കളർ ആക്കി വെച്ചിട്ടുള്ളത് ജസ്റ്റ് അതും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഫുഡ് കളർ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ലെമൺ സിറപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ലെമൺ സിറപ്പും കളറും ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർക്കണം. അതിനുള്ളത് റെഡിയാക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി അതും ബിരിയാണിയിലേക്ക് ചേർത്തു. ഇപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ചും കൂടെ മല്ലിയില മേലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തൈര് റെഡിയാക്കണം. ബിരിയാണിക്കുള്ള തൈര് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. കുക്കുംബർ, ഒണിയൻ, പച്ചമുളക്, മല്ലിയില, പോമോഗ്രാനൈറ്റ് കിട്ടുകയാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും, കാണാനും ഭംഗിയുണ്ടാവും. ബിരിയാണിയും തൈരും റെഡിയായി. നെക്സ്റ്റ് ചിക്കൻ പൊരിക്കണം. ചിക്കൻ ഞാൻ സിമ്പിളായിട്ടാണ് പൊരിക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത് മാത്രം ഇട്ടിട്ടാണ് ചിക്കൻ പൊരിക്കാൻ പോണത്.
ചിക്കൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. 2 o'clock ആയപ്പോഴേക്കും ലഞ്ച് കഴിഞ്ഞു. ലഞ്ച് കഴിഞ്ഞ് വാഷിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു 4:30 വരെ പിന്നെ റെസ്റ്റാണ്. ഈവനിങ് ചായക്കുള്ള കടി ഉണ്ടാക്കാൻ പോവുകയാണ്. ബജ്ജി, വാഴക്ക ബജ്ജിയാണ് ഉണ്ടാക്കുന്നത്. കടലപ്പൊടി, ഉപ്പ്, ബേക്കിംഗ് സോഡ, ഫുഡ് കളർ. ബജ്ജി ഉണ്ടാക്കുമ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചെടുത്തിട്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ലൂസായി പോവും മാവ്. ബജ്ജിക്ക് ഈ ഒരു ഫോമിലാണ് മാവ് വേണ്ടത്. പച്ചവാഴക്കാൻ്റെ തൊലി കളയണം. തൊലി കളഞ്ഞതിന് ശേഷം വാഴക്ക സ്ലൈസ് ആക്കണം. കത്തിയോണ്ട് സ്ലൈസ് ആക്കിയാൽ എന്തായാലും കട്ടി കൂടി പോവും. ഇതിൽ തന്നെ സ്ലൈസ് ആക്കണതാവും നല്ലത്. പാന് ചൂടായതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തു. അതിലാണ് ബജ്ജി പൊരിക്കാൻ പോണത്. സ്ലൈസാക്കി വെച്ചിട്ടുള്ള ഓരോ സ്ലൈസും എടുത്തിട്ട് കടലപ്പൊടിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഓയിലിലേക്ക് ഡയറക്റ്റ് ഇട്ടാൽ മതി. ബജ്ജിക്ക് സൂട്ടായ കോമ്പിനേഷൻ തേങ്ങാ ചട്നിയാണ്. ഞാനിന്ന് തേങ്ങാ ചട്നി അല്ല അരച്ചിട്ടുള്ളത്, കെച്ചപ്പാണ്. ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് ചെടി നനയ്ക്കാൻ വേണ്ടി പുറത്തിറങ്ങി. ആലോവേറ എടുക്കാനാണ് പോണത്. ആലോവേറ സ്കിന്നിന് മാത്രമല്ല, ജ്യൂസ് ഉണ്ടാക്കാനും നല്ലതാണത്. ആലോവേറേൻ്റെ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ഇൻഷാ അല്ലാ. നീമിൻ്റെ ചെടിയാണത്. രാത്രിക്ക് ചോറും താളിപ്പുമാണ് ഉണ്ടാക്കാൻ പോണത്.
പ്രെയർ എല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം ഖുർആൻ റിസൈറ്റ് ചെയ്യും. തർജ്ജമയോടെ കൂടിയാണ് അധികം ഓതാറ്. ഓതിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കി. അതുണ്ടാക്കുന്നത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ശർക്കര മൈലാഞ്ചി 2-3 മോഡലിലുണ്ടാക്കും. ഞാനുണ്ടാക്കുന്നത് ശർക്കര, ചായപ്പൊടി, ഷുഗർ ഈ 3 യൂസ് ചെയ്തിട്ടാണ്. ഇത് 3 നന്നായി മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഒരു ടിന്നിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കണം. ഈ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കാൻ ടിന്നെ വേണമെന്നില്ല. മൺചട്ടിയോ വേറെ ഏതെങ്കിലും സ്റ്റീൽ പാത്രമോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പാത്രം ഒന്നിനും പറ്റൂല. അതുകൊണ്ടാണ് ടിന്നെ യൂസ് ചെയ്യുന്നത് എല്ലാവരും. ചായപ്പൊടിക്ക് പകരം കോഫി പൗഡർ, മൈലാഞ്ചിൻ്റെ ഇല, അതും അല്ലെങ്കിൽ ജീരകം എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാൻ ചായപ്പൊടിയാണ് ചേർത്തത്. ഈ നടുവിൽ വെക്കുന്ന ഗ്ലാസും വേറെ യൂസിനൊന്നും പറ്റൂല. ആ പാത്രവും കേടുവരും. നടുവിൽ വെക്കുന്ന പാത്രം പിന്നെയും മൈലാഞ്ചി ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. പക്ഷെ ടിന്ന് വേറെ ഒന്നിനും പറ്റൂല. ഇനി ഇതിൻ്റെ മേലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ടിന്ന് ക്ലോസ് ചെയ്യണം. ആവി പുറത്തേക്ക് പോവാൻ പറ്റാത്ത വിധം മേലത്തെ പാത്രം കൊണ്ട് അടച്ചു വെക്കണം. ചെറുതായിട്ട് ആവി പോയാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ വെച്ച പാത്രത്തിൽ ആവി നന്നായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിൽ വെള്ളം മാറ്റാൻ പോവുകയാണ്. വേറെ പാത്രത്തിൽ വെള്ളം മാറ്റി ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്തു. ആ ഗ്ലാസ്സിൽ കളക്റ്റായിട്ടുള്ള വെള്ളമാണ് നമുക്ക് ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കാൻ യൂസ് ആവാൻ പോണത്. ഗ്ലാസ്സിൽ കളക്റ്റായ വെള്ളത്തിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തു. ഇപ്പോൾ യൂസ് ചെയ്യാൻ മാത്രമുള്ളത് എടുത്തിട്ട് ബാക്കി സ്റ്റോർ ചെയ്ത് വെക്കാൻ പോവുകയാണ്. ഇനി അതിലേക്ക് മൈദ ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കണം. മൈദക്ക് പകരം കുങ്കുമം എന്ന് പറയില്ലേ, കുങ്കുമം, സിന്ദൂരം എന്നെല്ലാം പറയുന്ന അത് ഇട്ടാലും ശർക്കര മൈലാഞ്ചി റെഡിയാവും. ഈ മൈദ ഇടുമ്പോൾ മെറൂൺ കളറായിട്ടാണ് വരിക. സിന്ദൂരം ഇടുമ്പോൾ നല്ല റെഡിഷ് കളറായിട്ട് കിട്ടും. ഈ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനി ബാക്കിയുള്ള വെള്ളം ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. അത് പിന്നെ ഒരു പ്രാവശ്യം കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കിയ ടിന്നും ഗ്ലാസും ഇത് കണ്ടാലേ അറിയാം ഇനി ഇതൊന്നിനും യൂസ് ആവില്ല എന്നുള്ളത്. ഈ ശർക്കര മൈലാഞ്ചി ഒരു പ്രാവശ്യം ഇടുന്നതോട് കൂടെ കളറ് കിട്ടൂല. 2-3 പ്രാവശ്യം ഇട്ടാലാണ് നല്ല മെറൂൺ കളറായിട്ട് കിട്ടുക. എടുത്ത ഉടനെ കളർ ഉണ്ടാവില്ല. സമയം ആവുന്തോറുമാണ് കളർ കൂടി വരിക. ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും, എങ്കിലും ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ടെൻ o'clock ആയപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിച്ചു.
യെല്ലോ കളർ വാട്ടർ മെലനാണത്. ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ അത് കാണുന്നത്. ശർക്കര മൈലാഞ്ചി 2 പ്രാവശ്യം ഇട്ടതിന് ശേഷമുള്ള കളറാണത്. കളർ കൂടിക്കൂടി വരികയാണ്. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഇൻഷാ അല്ലാഹ് ഇനി വേറെ ഒരു വീഡിയോയുമായിട്ട് കാണാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും.